നമസ്കാരം. അടുത്ത സമയത്തായിട്ട് കുട്ടികളിൽ ദേഷ്യം കൂടുന്നു എന്ന് ഒരുപാട് പരാതികൾ കേൾക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മൊബൈൽ ഫോൺ മാറ്റിവെച്ചതിന്റെ പേരിൽ ഒരു 14 വയസ്സുകാരൻ അമ്മയുടെ കഴുത്തിൽ മുറിവുണ്ടാക്കിയത്. ഇത്തരത്തിലുള്ള ഒരു ദേഷ്യം കൂടുന്ന രീതിയിലുള്ള ഒരു ബിഹേവിയറിലേക്ക് കുഞ്ഞുങ്ങൾ പോകുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? നമുക്കറിയാം, വീഡിയോ ഗെയിംസ് എന്ന് പറയുന്നത് പൊതുവെ എല്ലാം തന്നെ വയലന്റ് ബിഹേവിയർ ആയിട്ടുള്ള ആ ഒരു നേച്ചറിനെ കൂടുതലായി കൊണ്ടുവരുന്ന രീതിയിലുള്ള ഗെയിംസ് ആണ്. എല്ലാത്തിലും യുദ്ധവും വെടിവെപ്പും ഒക്കെ തന്നെയാണ് കൂടുതലായി കാണുന്നത്. ഇങ്ങനെയുള്ള വീഡിയോ ഗെയിംസ് നിരന്തരമായി കളിക്കുന്ന കുട്ടികളിൽ അതിന്റെ ഒരു ബിഹേവിയർ അവരുടെ സ്വഭാവത്തിലേക്ക് തന്നെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അമിതമായിട്ടുള്ള ദേഷ്യം, അതുപോലെ തന്നെ മറ്റുള്ളവരോട് സഹാനുഭൂതിയോടെ പെരുമാറാനുള്ള ഒരു കഴിവ് കുറയുന്നത്, ആരോടും ഒരു ഇഷ്ടം ഉണ്ടാവാതിരിക്കുക, അതിനോടൊപ്പം തന്നെ പല രീതിയിലുള്ള മെന്റൽ ഡിസോർഡേഴ്സിലുമുള്ള ഒരു സാധ്യത ഇങ്ങനെ വയലന്റ് ബിഹേവിയർ ഉള്ള വീഡിയോ ഗെയിംസ് കൂടുതലായി കാണുന്നത് കൊണ്ട് കുട്ടികളിൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അവർക്ക് ഒരിക്കലും നോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള ഉറക്കമോ ആഹാരം കഴിക്കുന്ന രീതിയോ ഒക്കെ മാറുന്നത് പോലെ തന്നെ മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവാനും, സ്ട്രെസ് ഉണ്ടാവാനും, ആങ്സൈറ്റി ഉണ്ടാവാനും, കോൺസെൻട്രേഷൻ കുറയാനും, വായിക്കാനും അടങ്ങിയിരുന്നതെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് കുറയാനും ഒക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇങ്ങനെയുള്ള ഈ ഒരു രീതിയിലുള്ള മൊബൈൽ ഗെയിംസ് കൂടുതലായി കാണുന്ന കുട്ടികളിൽ ഇത്തരത്തിലുള്ള അമിതമായിട്ടുള്ള ഒരു ദേഷ്യം വളരെ സ്വാഭാവികമായി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് പെട്ടെന്ന് ഇറിറ്റേഷൻ ഉണ്ടാവും, ക്ഷമ കുറയും, അവർ സ്വസ്ഥമായിട്ടിരുന്ന ഒരു കാര്യം ചെയ്യില്ല. ഒരു യാത്ര പോയാൽ പോലും അത് എൻജോയ് ചെയ്യാതെ മൊബൈലുമായിട്ട് മാറിയിരിക്കുന്ന രീതിയിലേക്ക് അവർ മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു ദിവസമെങ്കിലും ഇത് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് അവർക്ക് വളരെയധികം ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും മൊബൈൽ കയ്യിൽ കിട്ടുന്നത് വരെ അവർ ആ ഒരു അസ്വസ്ഥത കാണിക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലേക്ക് കുഞ്ഞുങ്ങളുടെ പെരുമാറ്റം എത്തുന്നതിന് മുമ്പ് തന്നെ ഇവരെ ഇത്തരത്തിലുള്ള ഗെയിമുകളിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഔട്ട്ഡോർ ഇൻഡോർ ഗെയിംസുകൾ കളിപ്പിക്കുക. അതായത് ചെസ്സോ ക്യാരംസോ അല്ലെങ്കിൽ ഔട്ട്ഡോർ ആയിട്ടുള്ള ഏതെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസിലേക്ക് അവരുടെ ശ്രദ്ധ മാറ്റുക, വായനയിലേക്ക് അവരുടെ ശ്രദ്ധ മാറ്റുക, ഫാമിലിയിൽ ക്വാളിറ്റി ടൈം കൂട്ടുക, കുട്ടികളുമായിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സമയം കൂട്ടുക, ഏതെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്കിൽസ് അവർക്കുണ്ടെങ്കിൽ അത് കൂട്ടുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസിലേക്ക് അവരെ കൊണ്ടുപോവുക, വായനയിലേക്ക് അവരെ കൊണ്ടുപോവുക. അപ്പൊ അങ്ങനെ അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കിയെടുക്കാൻ വേറൊരു ആൾട്ടർനേറ്റ് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള അഡിക്ഷനിൽ നിന്ന് അവരെ മാറ്റിയെടുക്കാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ശ്രദ്ധ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.